ഇപ്പോൾ ഒഐസിയുടെ പ്രസ്താവനയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ഒഐസിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ അന്താരാഷ്ട്ര സമൂഹത്തിന് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ എസ്കലേഷൻ ഒഴിവാക്കാൻ എത്രമാത്രം കഴിയുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അന്താരാഷ്ട്ര സമൂഹത്തിന് ഈ വലിയ എസ്കലേഷൻ ഒഴിവാക്കുന്നതിൽ വലിയ പങ്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും ലോകരാഷ്ട്രീയത്തിൻ്റെ രണ്ട് ചേരികളിലാണ് ഉള്ളത്. നമ്മൾ അമേരിക്കയും അതുപോലെ ഇന്ത്യയുടെ കൂട്ടാളികളായിട്ടുള്ള ഏതാനും രാജ്യങ്ങളുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് പ്രധാനമായും പിന്തുണ നൽകുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പിംഗാണ് OIC. അപ്പോൾ അവരുടെ ഒരു ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പാകിസ്ഥാനെ പിന്തുണയ്ക്കേണ്ടതായിട്ടുണ്ട്. ടർക്കി അതാണ് ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞ പോലെ അമേരിക്ക, റഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. ചൈന സ്വാഭാവികമായും പാകിസ്ഥാനാണ് പിന്തുണ കൊടുക്കുന്നത്. അതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന മുൻകാല യുദ്ധങ്ങളിലെ പോലെ തന്നെ ഇവിടെ കുറേ കാലം കൈയും കെട്ടി നോക്കി നിന്നതിന് ശേഷം ഇതൊക്കെ പരിഹരിക്കണമെന്ന് പറയും. ആദ്യകാല യുദ്ധങ്ങൾ അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ ശരിയാണ്, ഇന്ത്യക്ക് കുറേയധികം അന്താരാഷ്ട്ര രാഷ്ട്രങ്ങളുടെ സഹായമുണ്ടായിരുന്നു. നമ്മൾ എന്തുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന് ഇത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലസ്തീനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധം, റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധം. എന്തേ ഈ രണ്ട് യുദ്ധങ്ങളും ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും അന്താരാഷ്ട്ര സമൂഹത്തിന് പരിഹരിക്കുവാൻ കഴിഞ്ഞില്ല? ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും നമ്മളെയാണ് ബാധിക്കുന്നത്. ഈ രാജ്യങ്ങളൊക്കെ ധാർമ്മികമായി യുദ്ധം നിർത്തണമെന്ന് പറയും. സൈനികമായി പിന്തുണ ചില രാജ്യങ്ങൾ നമുക്ക് തന്നിരിക്കും. എന്നാൽ മഹാഭൂരിപക്ഷ രാജ്യങ്ങളും നമുക്ക് നൽകുവാൻ സാധ്യതയുള്ളത് ധാർമ്മിക പിന്തുണയാണ്. അമേരിക്ക പോലും സൈനികമായി ഒരു യുദ്ധത്തിൽ നമ്മളെ നേരിട്ട് ഇതുവരെ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. ചില ആയുധങ്ങൾ തരുമായിരിക്കാം, ചില പ്രസ്താവനകൾ നടത്തുമായിരിക്കാം, ചില പിന്തുണകൾ നൽകുമായിരിക്കാം. അതിനപ്പുറത്ത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരു യുദ്ധം നിർത്തുവാൻ വേണ്ടുന്ന ശേഷിയുള്ള ഒരു രാജ്യമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അമേരിക്ക പണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അവരുടെ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവരൊരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വളരെ കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. കുറേ ദിവസങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് അത് പോകും. രണ്ടു കൂട്ടരും ഒന്നുകിൽ മടുത്തിട്ട് നിർത്തും, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വാർ എക്സ്ചേഞ്ചിലൂടെ അത് നിർത്തും. അല്ലാതെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു പരിധിക്കപ്പുറത്ത് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ പ്രസ്താവനകൾ ഇവിടെ നിൽക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ നിലപാടെന്താണ്? നമ്മൾ രണ്ടുമുള്ള പ്രശ്നത്തിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ മറ്റ് രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നിലപാട്. എന്തായാലും നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. നാളെ ക്യാബിനറ്റ് ചേരുന്നു, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റീസ് ചേരുന്നു. അപ്പോൾ വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ജനങ്ങൾക്ക് വേണ്ടി നാളെ സിവിൽ ഡിഫൻസ് ഡ്രില്ലുകൾ നടക്കുകയാണ്. കേരളത്തിലും ഉണ്ടാകും. സിവിൽ ഡിഫൻസ് ഡ്രില്ലിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് അതിനുള്ള അഡ്വൈസർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അടുത്ത ബുള്ളറ്റിനിലും കാണാം.